പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഹൈക്കോടതി ശിക്ഷ മരവിപ്പിച്ച് ജാമ്യം നൽകിയ ഉദുമ മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 CPIM നേതാക്കൾ ജയിൽ മോചിതരായി. രാവിലെ ശിക്ഷ മരവിപ്പിച്ചുള്ള ഹൈക്കോടതി ഉത്തരവ് ജയിൽ അധികൃതർക്ക് കൈമാറിയതിന് പിന്നാലെയാണ് നേതാക്കൾ ജയിൽ മോചിതരായത്. പുറത്തിറങ്ങിയ നേതാക്കളെ സ്വീകരിക്കാൻ CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ, KP സതീഷ് ചന്ദ്രൻ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, P ജയരാജൻ തുടങ്ങിയവർ ജയിൽ പരിസരത്തെത്തി. പ്രതിയായത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മുൻ എംഎൽഎ കെ വി കുഞ്ഞിരാമൻ പറഞ്ഞു. തങ്ങൾ നിരപരാധികളാണെന്ന് പാർട്ടിക്ക് വിശ്വാസമുണ്ടെന്നും കെ വി കുഞ്ഞിരാമൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വിധി നീതിന്യായ വ്യവസ്ഥയിലുള്ള ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങൾക്ക് അതിലുള്ള ദൃഢമായ ഞങ്ങളുടെ നിലപാടും ഉറപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഞങ്ങളെല്ലാം നിരപരാധികളാണ് എന്നും CPIM-നെതിരായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളെല്ലാം പ്രതി ചേർക്കപ്പെട്ടത് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും ഇതിൽ നിന്ന് മോചനം നേടി വരാനാവശ്യമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തരുന്നതിൽ കാസർഗോഡ് ജില്ലയിലെ പാർട്ടി, കണ്ണൂർ ജില്ലയിലെ പാർട്ടി, കേരളത്തിലെമ്പാടുമുള്ള പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരുമെല്ലാം വലിയ സഹായവും പിന്തുണയുമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഈ പ്രതിസന്ധി അതിജീവിക്കാൻ പാർട്ടിയെ സഹായിച്ച എല്ലാവരോടും ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടുമുണ്ട്. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹപൂർണ്ണമായ അഭിവാദ്യങ്ങൾ. CPM നേതാക്കളെ പ്രതിയാക്കാൻ CBI കള്ളക്കഥ കെട്ടിച്ചമച്ചു എന്ന് MV ജയരാജൻ പറഞ്ഞു. CBI ആണ് ഇത്തരമൊരു കള്ളക്കഥ ഉണ്ടാക്കിയത്. അതിൻ്റെ എല്ലാ തെളിവുകളും വസ്തുതകളും കോടതിയെ ബോധ്യപ്പെടുത്തി എന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇത്തരമൊരു ശിക്ഷാവിധി സ്റ്റേ ചെയ്തുകൊണ്ട് 4ാമത്തെ ദിവസം തന്നെ കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടായിട്ടുള്ളത്. ശിക്ഷാവിധി റദ്ദാക്കിയത് CBIക്കുള്ള തിരിച്ചടിയാണെന്ന് P ജയരാജൻ. പെരിയ കേസിലെ എല്ലാ പ്രതികളെയും ജയിലിൽ സന്ദർശിച്ചിട്ടില്ലെന്നും P ജയരാജൻ പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസ് സ്വാഭാവികമായിട്ടും ദൗർഭാഗ്യകരമായിട്ടൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. CPM തന്നെ തള്ളിപ്പറഞ്ഞിട്ടൊരു കേസാണ്. പക്ഷേ ആ കേസിനെ ഉപയോഗിച്ച് CPM-നെ അടിച്ചമർത്താനുള്ള നീക്കമാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിന് തുടക്കം കുറിച്ചത് കോൺഗ്രസ്സാണ്. നീതിന്യായ കോടതിയിൽ നിന്ന് നീതി ലഭിക്കും എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാക്കുന്ന ഒരു വിധിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗമായി ഇന്നലെ. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂരുണ്ട് വിശദാംശങ്ങളുമായി. നിഖിൽ, CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു കേസാണ്. ഇപ്പോൾ 4 പേരും പുറത്തിറങ്ങിയിരിക്കുകയാണ്. CPM-ന്റെ നിലപാട് ഈ വിഷയത്തിൽ ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഹൈക്കോടതി ഉത്തരവ് എന്നുള്ളതാണ് P ജയരാജന്റെ അടക്കം വാദം. തീർച്ചയായും ആതിര, വലിയ പ്രതിസന്ധിയിലായ ഒരു ഘട്ടം. ആ 4 ദിവസങ്ങൾ CPIM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി. ഈ 4 ദിവസം എന്നല്ല, ഈ പെരിയ കേസ് തുടങ്ങിയത് മുതൽ ഈ കേസിലെ ശിക്ഷാവിധി വരുന്ന നിമിഷങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ CPIM-നെ വലിയ പ്രതിരോധത്തിലാക്കിയത് ഈ പ്രതിപട്ടികയിലെ ഇവർ 4 പേരുടെയും 4 നേതാക്കളുടെയും സാന്നിധ്യമായിരുന്നു. വിധി വന്നതോടുകൂടി അത് കൂടുതൽ രൂക്ഷമായി CPIM-നെതിരെയുള്ള വിമർശനം. പക്ഷേ ഈ വിധി വന്ന 4ാം ദിവസം ഹൈക്കോടതി ഇത്തരത്തിൽ ഇവരുടെ ശിക്ഷ മരവിപ്പിക്കുകയും ഇവർക്ക് ജാമ്യം നൽകുകയും ചെയ്യുന്നതോടുകൂടി CPIM പറയുന്നത് തങ്ങൾ ഉയർത്തിയ വാദം, അതായത് CBI കള്ളക്കേസിൽ കുടുക്കിയതാണ് കെ വി കുഞ്ഞിരാമനെയും മണികണ്ഠനെയും ഭാസ്കരനെയും രാഘവനെയും എന്ന വാദം, അത് തെളിയിക്കപ്പെട്ടു. അതിന്റെ തെളിവുകൾ പ്രതിഭാഗം ഹാജരാക്കിയ അത്തരം തെളിവുകൾ കോടതി അംഗീകരിച്ചു തുടങ്ങിയ വാദങ്ങൾ തന്നെയാണ് CPIM ഇപ്പോൾ പറയുന്നത്. എന്തായാലും അവർക്ക് വലിയ ആശ്വാസം തന്നെയാണ് ഈ വിധി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്തരമൊരു വിധിക്ക് പിന്നാലെയാണ് ഇന്ന് രാവിലെ 9:30 CPIM നേതാക്കളായ കെ വി കുഞ്ഞിരാമനും മണികണ്ഠനും ഭാസ്കരനും രാഘവനും കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. രാവിലെ തന്നെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ, KP സതീഷ് ചന്ദ്രൻ, ഒപ്പം തൃക്കരിപ്പൂർ MLA രാജഗോപാൽ തുടങ്ങിയവർ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലെത്തിയിരുന്നു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന 25ഓളം വരുന്ന പ്രവർത്തകരല്ലാതെ മറ്റാരും തന്നെ ജയിൽ പരിസരത്തേക്ക് എത്തിയിരുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഇവരെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നുമുള്ള CPIM പ്രവർത്തകർ കൂട്ടത്തോടെ അവിടെ എത്തുകയും ഇവരെ ജയിലിലേക്ക് എത്തിച്ചപ്പോൾ മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ കണ്ടതാണ്. എന്നാൽ ഇത്തവണ അത്തരം നടപടികൾ ഉണ്ടായിരുന്നില്ല. അഭിഭാഷകൻ അങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകരുത് എന്ന നിർദ്ദേശം നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കേസിനെ ബാധിക്കാനുള്ള ഒരു സാധ്യത കണക്കിലെടുത്ത് അത്തരം അഭിവാദ്യം അർപ്പിക്കലുകൾ വേണ്ട എന്നൊരു നിലപാട് അഭിഭാഷകൻ അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്.
ഇത് പ്രകാരമാണ് ഇത്തരത്തിൽ ഒരു സ്വീകരണം ഏർപ്പെടുത്തിയത്. അതേസമയം നേതാക്കളുടെ വലിയ നിര തന്നെ ഇവരെ സ്വീകരിക്കാൻ എത്തി എന്നുള്ളത് ശ്രദ്ധേയമാണ്. നേരത്തെ പറഞ്ഞ കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയും കെ പി സതീഷ് ചന്ദ്രനും തൃക്കരിപ്പൂർ MLA-യും എല്ലാം ഉള്ളവർക്കൊപ്പം തന്നെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ, ഒപ്പം P ജയരാജൻ, ഇവരെല്ലാം തന്നെ ഈ 4 പേരെയും സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്നു. ഏകദേശം അരമണിക്കൂറോളം നീണ്ട ഓഫീസ് നടപടിക്രമങ്ങളായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അത് പൂർത്തിയാക്കിയാണ് 9:30 ഈ 4 പേരും പുറത്തിറങ്ങിയത്. പിന്നീട് ഇവർ കാസർഗോഡേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇവർ കാസർഗോഡ് എത്തുമ്പോൾ കാഞ്ഞങ്ങാട് വലിയ സ്വീകരണ പരിപാടി ഉൾപ്പെടെ നേരത്തെ പദ്ധതിയിട്ടിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ ഒഴിവാക്കുന്ന ഒരു തീരുമാനം കൂടി CPIM എടുത്തിട്ടുണ്ട്. ശരി, എന്തായാലും പെരിയ ഇരട്ടക്കൊലക്കേസിലാണ് ശിക്ഷാവിധിയിൽ സ്റ്റേ കിട്ടിയ 4 പേരും 4 CPIM നേതാക്കളും ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. പ്രതികളെ സ്വീകരിക്കാനായി CPIM-ന്റെ മുതിർന്ന നേതാക്കളടക്കം ജയിലിലെത്തിയിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ അളവൂർ കണ്ണൂരിൽ നിന്ന്.